എല്ലാവർക്കും നമസ്കാരം. കാർഷിക സർവകലാശാലയിൽ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 17 കൊല്ലം തികയാണ് ഇപ്പോൾ. ഈ 17 കൊല്ലത്തിനിടയ്ക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും സ്വന്തം പഞ്ചായത്തിലെ ഇതുവരെ ഒരു ക്ലാസ്സും എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് സ്വന്തം പഞ്ചായത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. ഇന്നും അവിചാരിതമായിട്ടാണ് സംസ്ഥാന കർഷക ദിനാഘോഷം തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് വൈകുന്നേരം കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ആയിപ്പോയി. മുടക്കൾക്കാരാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കൊന്ന് ആരംഭിക്കാം. മുടക്കൽ പഞ്ചായത്തിലെ ആദ്യത്തെ മികച്ച കർഷകനായിട്ട് ആദരിക്കപ്പെട്ടത് ആരാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മുടക്കൽ പഞ്ചായത്തിൽ അന്ന് ഇത്രയും വിപുലമായിട്ടൊന്നുമില്ല എങ്കിൽ പോലും മുടക്കൽ പഞ്ചായത്തിൽ മികച്ച കർഷകനായിട്ട് ഏറ്റവും ആദ്യം ആദരിക്കപ്പെട്ട വ്യക്തി ആരാണ്? പലം ആർക്കും അറിയില്ല. കല്ലറയ്ക്കൽ ഔസേപ്പ് കുഞ്ഞിപ്പനാണ്. ഇപ്പൊ പലർക്കും ഓർമ്മയുണ്ടോ? കല്ലറയ്ക്കൽ ഔസേപ്പ് കുഞ്ഞിപ്പൻ ആയിരുന്നു ആദ്യത്തെ മികച്ച കർഷകനായിട്ട്. അന്ന് ഇത്രയും വിപുലമായിട്ടുള്ള കർഷക ദിനാഘോഷിയില്ല എന്നുള്ള ഒരു പരാതി, കെട്ടിടം പണിതതിന്റെ മുഴുവൻ പൈസ അദ്ദേഹത്തിന് ലഭ്യമായില്ല എന്നുള്ള ഒരു പരാതി കൂടി അദ്ദേഹം. അപ്പോ നമ്മളുടെ ഞാനത് പറഞ്ഞു വന്നതിന് കാരണം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച കർഷകനായിട്ട് ആദ്യം ആദരിക്കപ്പെട്ട വ്യക്തി തന്നെയാണ് നമ്മളുടെ കൃഷിഭവൻ കെട്ടിടം പണിതതും എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയധികം കാർഷിക പാരമ്പര്യമുള്ള ഒരു പഞ്ചായത്താണ് മുടപുഴ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു കാലത്ത് നെല്ലും തേങ്ങയും വാഴക്കൊലയുമായിരുന്നു നമ്മളുടെ ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ. നെല്ല് മിക്കവാറും ചക്കരക്കിൽ പൗലിച്ചേട്ടൻ വന്ന് കൊണ്ടുപോകും വീട്ടിൽ നിന്ന്. തേങ്ങയും വാഴക്കൊലയും ചക്കരക്കിലും മത്തായിച്ചേട്ടനാണ് മേടിക്കുക. അത് കൊണ്ടുപോകാനായിട്ട് കാര്യപ്ര വർക്കിച്ചേട്ടൻ്റെ കാളവണ്ടി വരും. പലർക്കും അത് ഓർമ്മയുള്ള ഒരു കാലം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മളുടെ കൃഷി, പഞ്ചായത്തിലെ കൃഷി, സ്വന്തം ഒരു വിപണി, ഇവിടുത്തെ തന്നെ ഉൽപ്പന്നങ്ങൾ, ഈ കാളവണ്ടി ഒന്നും വേണ്ട, അവരവർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഒരു വിപണിയിലേക്ക് വരെ നമ്മളുടെ കൃഷി കാലങ്ങൾ കൊണ്ട് മാറി. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന വിളകൾ, കൃഷി ചെയ്യുന്ന വിളകളിലും പ്രധാനമായിട്ടും മാറ്റം വന്നു. നെല്ലായിരുന്നു നമ്മളുടെ ഇവിടുത്തെ പ്രധാന 3 പൂവും കൃഷി ചെയ്തിരുന്ന പാടങ്ങളുള്ള കാർഷിക മേഖലയായിരുന്നു നമ്മളുടേത്. അതിൽ നിന്ന് മാറി നെൽകൃഷി ചുരുക്കം ചില മേഖലകളിലേക്ക്, മെഷീൻ ഇറങ്ങുന്ന, കൊയ്യാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. തെങ്ങ് തീരെ അപ്രധാനമായൊരു വിള, കാറ്റുവീഴ്ചയോടൊക്കെ അനുബന്ധിച്ച് അപ്രധാനമായൊരു വിളയിലേക്ക് മാറി. തോട്ടവിളയിൽ നല്ലൊരു ഭാഗം ജാതി കൈയടക്കി. റബ്ബർ അന്നും ഇന്നും ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ റബ്ബർ ഏതാണ്ട് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. കൊക്കോ അന്നും ഇന്നും കുറച്ചുണ്ടായിരുന്ന അങ്ങനെ. വാഴ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ. ഇന്ന് കുറച്ച് പുതിയ വിളകൾ കൂടി അപൂർവമായിട്ട് ചെറിയ കുറച്ച് വിളകൾ കൂടി വന്നു എന്നുള്ളത് വെച്ചാൽ കവുങ്ങൊക്കെ പല തോട്ടങ്ങളിലുമൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു ചെറിയ, അതിന് പ്രധാനമായിട്ട് വന്ന വ്യത്യാസങ്ങൾ നെല്ലിനും തെങ്ങിനും വന്ന ആ കൃഷിയുടെ വിസ്തൃതിയിൽ വന്ന കുറവാണ്. അതിൻ്റെ ഉൽപാദനത്തിലും വന്ന കുറവാണ്. അതേസമയം കപ്പയും വാഴയും പോലെയുള്ള വിളകൾക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഇന്നത്തെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം, വലിയ വിപുലമായ കൃഷി ഓഫീസർ ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ഒരു ചിഹ്നം ഒന്നിൻ്റെ അന്ന് ക്ലാസ് എടുക്കുന്നതിനോട് ഒരിച്ചിരി മടിയുള്ള ആളാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ചിങ്ങം ഒന്നെന്ന് പറയുന്ന ഒരു ആഘോഷത്തിന്റെ മനസ്സോടുകൂടിയാണ് പലപ്പോഴും കർഷകരുടെ. അതിൻ്റെ ഇടയിൽ ഒരു ക്ലാസ് ചിലപ്പോൾ ഒരു അത്ര അധികപരമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അത് മടി കാണിക്കാറുള്ളത്. എങ്കിൽ പോലെ ഇന്ന് ഞാൻ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കൃഷിയിൽ നമ്മൾ കാലം കഴിയും തോറും കൃഷിയുടെ ചില അടിസ്ഥാന തത്വങ്ങളിൽ നമുക്ക് ചില പാളിച്ചകൾ പറ്റുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറ്റുന്ന ചില പാളിച്ചകൾ എന്ന് പറയുന്നത് ഓരോ വിളയ്ക്ക് അനുസരിച്ച് വേണ്ട വളപ്രയോഗങ്ങളിൽ വരുന്ന പാളിച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വിളയാണെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും ഒരു വളം കൊണ്ടുപോയി ഇടുന്ന ഒരു പ്രവണത നമ്മളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് നമ്മളുടെ ഇടയിൽ ഉണ്ട്. പക്ഷെ ഓരോ വിളയ്ക്കും വേണ്ട മൂലകങ്ങളുടെ അനുപാതം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒരു വാഴയ്ക്ക് വേണ്ട വളപ്രയോഗമല്ല തെങ്ങിന് വേണ്ടത്, തെങ്ങിന് വേണ്ട വളപ്രയോഗമല്ല കവുങ്ങിന് വേണ്ടത്, അതിനുള്ള കവുങ്ങിനോ തെങ്ങിനോ വാഴയ്ക്കോ വേണ്ടതല്ല പച്ചക്കറിക്കോ നെല്ലിനോ വേണ്ടത്. ഇത് അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും നമ്മളുടെ ഇടയിൽ ഒരു തെറ്റ് പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ട് പിന്നീട് സമയമുണ്ടെങ്കിൽ മറ്റു ചില വിഷയങ്ങളിലേക്ക് കടക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മളുടെ മണ്ണിൽ ഏത് കൃഷിയാണെങ്കിലും അത് നെല്ലായിക്കോട്ടെ, വാഴയായിക്കോട്ടെ, കപ്പയായിക്കോട്ടെ, പച്ചക്കറികളോ മറ്റേത് വിളയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ വിളകൾക്കെല്ലാം ആദ്യം കൊടുക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് കുമ്മായമാണ്. മണ്ണിനെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് ചെയ്യാത്തിടത്തോളം പിന്നീട് നമ്മൾ ഈ കൃഷിയിലേക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു വന്നാലും അതിന് കാര്യമായിട്ടൊരു പ്രയോജനവും ലഭിക്കില്ല. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കുമ്മായ പ്രയോഗം എന്തിനാണ് നമ്മൾ മണ്ണിലേക്ക് വേണ്ടത്? pH അമ്ലത്വം ക്രമീകരിക്കാൻ. നമ്മുടെ മണ്ണ് അമ്ല സ്വഭാവമുള്ളതാണ്. നമ്മളുടെയൊക്കെ ഇവിടുത്തെ മണ്ണ് മുകളിലും മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ ശരാശരി 4.5-ക്കും 5.5-ക്കും ഇടയ്ക്കാണ് ഇവിടുത്തെ pH. പാടത്തെയൊക്കെ pH നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അതിലും താഴെയാണ്. അമ്ല സ്വഭാവം കൂടും തോറും അത് നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ ചെടിക്ക് കിട്ടാതെയാകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്ലത്വം 4.5-ൽ നിന്ന് താഴത്തേക്ക്, അതായത് കൂടുതൽ അമ്ല സ്വഭാവമുള്ള മണ്ണാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 രൂപയുടെ വളം മണ്ണിലേക്ക് കൊടുക്കുന്നു എങ്കിൽ അതിൽ വെറും 70% അല്ല ഒരു 30% മൂലകം മാത്രമേ ചെടിക്ക് കിട്ടുള്ളൂ. ബാക്കി 2/3 ഭാഗവും ചെടിക്ക് ലഭ്യമാകാതെ പോവുകയാണ്. 2/3 ഭാഗവും ലഭ്യമാകാതെ പോവുകയാണ് ഇപ്പോൾ മണ്ണിൽ നമ്മൾ കുമ്മായ പ്രയോഗം നടത്താതെ പോകുന്നത്. ഇത് പാടത്തൊക്കെ നമ്മളുടെയൊക്കെ പാടശേഖരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം, പാടത്ത് ഉഴുത് കഴിഞ്ഞ് കഴിയുമ്പോൾ പാടത്ത് ചുവന്ന പാടയാണ് കെട്ടിക്കിടക്കുന്നത് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. ഈ പാട കെട്ടിക്കിടക്കുന്നത് ഇരുമ്പിൻ്റെ അംശം കൂടിയിട്ടാണ്. അപ്പോൾ പാടങ്ങളിൽ ഈ ഇരുമ്പിൻ്റെ അംശം കുറയ്ക്കാനും കുമ്മായ പ്രയോഗം അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യത്തേത് മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കാനും, രണ്ടാമത്തേത് പാടത്ത് ഇരുമ്പിൻ്റെ ആധിക്യം കുറയ്ക്കാനും. എന്താണ് ഇരുമ്പിൻ്റെ ആധിക്യം കൊണ്ട് ഉള്ള പ്രശ്നം കൂടി പറഞ്ഞാലേ അതിൻ്റെ കാര്യം ഒന്ന് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും. നമ്മൾ പാടത്ത് നട്ട് ഒരു 1.5 മാസം കഴിഞ്ഞാൽ നിങ്ങൾ നെല്ലൊന്ന് പറിച്ചു നോക്കും. വേരിൻ്റെ കളർ എന്താ ഇപ്പൊ കാണുന്നത്? ഇപ്പൊ പറിച്ചു കഴിഞ്ഞാൽ വേരിൻ്റെ കളർ എന്തായിരിക്കും? ചുമപ്പ് ചെമ്പ് കലർന്ന നിറമായിരിക്കും. നല്ല നെല്ലിന്റെ വേരിന്റെ കളർ എന്തായിരിക്കും? ഇളം ചുവപ്പല്ല, നല്ല വെള്ള കളറായിരിക്കും. നമ്മൾ ഈ നല്ല വെള്ള കളറിൽ ഇരിക്കുന്ന, പലപ്പോഴും ഞാറ് കഴിഞ്ഞിട്ട് വെള്ള കളറായിരിക്കും. ഇത് നട്ട് കഴിഞ്ഞ് ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞ് നമ്മൾ പറിച്ചു നോക്കുമ്പോൾ ഈ വേരിന്റെ മുകളിൽ ഒരു പതുക്കെ ചുവപ്പ് കയറാൻ തുടങ്ങും. പിന്നെയും ഒരു 3 ആഴ്ച കഴിഞ്ഞ് കുറച്ച് നോക്കുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ അത് പതുക്കെ ചെയ്യാനും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ
ഈ ഇരുമ്പിന്റെ അംശം കൂടുന്തോറും ഈ വേരിന്റെ മുകളിലൊക്കെ നമ്മൾ പച്ചക്കറി അരിയാനുമ്പോൾ നമ്മൾ മുറിയാതിരിക്കാനായിട്ട് ഒരു ഫിംഗർ ക്യാപ്പ് ഇടില്ലേ, കൈക്ക് റബ്ബറിന്റെ ഒരു ഫിംഗർ ക്യാപ്പ് എന്ന പോലെ ഈ വെളുത്ത വേരിന്റെ മുകളിൽ ഈ ഇരുമ്പിന്റെ അംശം ഒരു ആവരണം തീർക്കുകയാണ്. അങ്ങനെ ഒരു ആവരണം വന്നു കഴിഞ്ഞാൽ ഈ വേര് നമ്മൾ കൊടുക്കുന്ന ഒരു വളവും വഹിക്കില്ല. അപ്പോ എന്ത് സംഭവിക്കും? ആദ്യത്തെ ഇത് നമ്മുടെ മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുന്നില്ല. രണ്ടാമത്തത് ഈ ഇരുമ്പിന്റെ അംശം കുറയുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മൂന്നാമത്തത് കുമ്മായത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ. കുമ്മായത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ കാൽസ്യം. കാൽസ്യം മനുഷ്യർക്ക് എന്തിനാ ആവശ്യം? എല്ലിന്റെ ശക്തിക്ക്. ചെടികൾക്ക് എല്ലുണ്ടോ? കാണ്ഡത്തിന് എന്നുള്ളത് കോശഭിത്തിക്ക് കട്ടി കൊടുക്കുന്നതാണ് ചെടികളിൽ കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ചെടികളിലെ ഓരോ കോശത്തിനും കട്ടി കൊടുക്കുന്നതാണ് കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം ചെടികൾ. ഈ കാൽസ്യം ചെന്ന് കഴിയുമ്പോൾ കോശഭിത്തിക്ക് കട്ടി കൂടും. കട്ടി കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ ചെടികളെ ആക്രമിക്കുന്ന കീടരോഗബാധകൾക്ക് ആ ചെടിയെ ആക്രമിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരും. വളരെ എളുപ്പത്തിൽ പറയാം. നമ്മുടെ തന്നെ വീടുകളിൽ ചിലരെ കൊതുക് വളരെ പെട്ടെന്ന് കടിക്കും, ചിലരെ കൊതുക് കടിക്കില്ല. അപ്പൊ നമ്മൾ പറയും അവന്റെ അല്ലെങ്കിൽ അവളുടെ തൊലിക്ക് കട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് കൊതുക് കടിക്കാത്തത് അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ചെടികളുടെ കോശങ്ങളുടെ ഭിത്തിക്ക് കട്ടി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണികൾക്ക് ഇതിനെ ആക്രമിക്കാനും രോഗങ്ങൾക്ക് അതിനെ ആക്രമിക്കാനും ഉള്ള കഴിവ് അവിടെ കുറയും. അപ്പൊ കുമ്മായത്തിന്റെ പ്രയോജനങ്ങൾ ഞാൻ എത്ര എണ്ണം പറഞ്ഞു? 3 എണ്ണം. ആദ്യത്തേത് സർവ്വസാധാരണമായിട്ട് എല്ലാ മണ്ണിലെയും അമ്ലത്വം ക്രമീകരിക്കാൻ. അത് ക്രമീകരിച്ചാൽ മാത്രമേ കൊടുക്കുന്ന വളം കൃത്യമായിട്ട് ചെടിക്ക് കിട്ടും. രണ്ടാമത്തത് നെൽപ്പാടങ്ങളിൽ ഈ ഇരുമ്പിന്റെ അംശം കുറയ്ക്കാൻ. മൂന്നാമത്തത് എല്ലാ സ്ഥലങ്ങളിലും ചെടികൾക്ക് കീടരോഗ പ്രതിരോധ ശേഷി കൊടുക്കാനും ഈ പറയുന്ന കുമ്മായ പ്രയോഗം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കുമ്മായത്തിന് പകരമായിട്ട് നമുക്കിപ്പോഴും ഉപയോഗിക്കാവുന്ന വേറൊരു സ്റ്റെപ്പ് നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി തന്നെ ഉണ്ട്. ഡോളമൈറ്റ് എന്ന് പറയുന്ന സാധനം കൂടി നമുക്കിവിടെ ലഭ്യമാണ്. ഇത് ആദ്യം ഇവിടെ ഡോളമൈറ്റ് ലഭ്യം. ഞാൻ വന്നിട്ട് നമ്മുടെ ഒരു പരിചയക്കാരനെ കൊണ്ട് ഇവിടെ ഇറക്കിച്ചൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നു. കാരണം വില പകുതിയോളം കുറവുണ്ട്. അപ്പൊ ഇത് ഓരോ വിളകൾക്കും എത്ര വേണം എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ ഇടണം എന്നുള്ളത് ശരി, എത്ര ഇടണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാൻ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ ഒന്നൊന്നായിട്ട് എടുക്കാം. തെങ്ങ്. ഒരു തെങ്ങിന് 1 കൊല്ലം 1 കിലോ. അത് കുമ്മായമാകാം, ഡോളമൈറ്റ് ആകാം, ഏതെങ്കിലും ഒന്ന്. അത് 3 വർഷത്തിന് ശേഷം പ്രായമുള്ള തെങ്ങുകൾക്കാണ്. ചെറിയ തെങ്ങുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-ാം വർഷം നട്ട തൈത്തെങ്ങുകളാണെന്നുണ്ടെങ്കിൽ 300 ഗ്രാം, 2-ാം വർഷമാകുമ്പോൾ 600 ആക്ക്, 3-ാം വർഷമാകുമ്പോൾ അതിനെ പതിച്ച് 1 കിലോയിലേക്ക് കൊണ്ടുവരും. ജാതി അതും 1 കിലോ തന്നെ. അത് ഇതുപോലെ തന്നെ കൈപ്രായം തൊട്ട് കുറേശ്ശെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. വാഴയ്ക്ക് എത്ര വേണം? ഒരു വാഴയ്ക്ക് കൊടുക്കേണ്ട കുമ്മായത്തിന്റെ അളവ് എത്ര? 500 ഗ്രാം വരെ വേണം. വാഴയ്ക്ക് 1/2 കിലോ വരെ കുമ്മായം വേണം. ഈ 1/2 കിലോ കുമ്മായം ഒറ്റ അടിക്ക് കൊടുക്കാനല്ല നമ്മളിപ്പോൾ ശുപാർശ ചെയ്യുന്നത്. നടുന്ന സമയത്ത് ഒരു 1/4 കിലോയും ഒരു 2.5 മാസം എത്തുമ്പോൾ വീണ്ടും ഒരു 1/4 കിലോയും. നെല്ലാണെങ്കിലോ 1 ഏക്കറിലേക്ക് 150 കിലോ കുമ്മായം വേണം. 150 കിലോ കുമ്മായം. ഇത് നെല്ലിൽ 150 കിലോ കുമ്മായം. അത് പലപ്പോഴും ഇപ്പൊ നമുക്ക് പാടശേഖരങ്ങൾ വഴി കുമ്മായം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 150 കിലോ കുമ്മായം ചേർക്കുന്നതിന്
ഈ ചേർക്കുന്ന സമയത്തിന് ഒരു വളരെ പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ ഉഴുവുമ്പോൾ നമുക്ക് ഒറ്റത്തവണ ചില്ലറടിക്കുന്ന കാര്യമുള്ളൂ. ആദ്യത്തെ ചാല അടിച്ചു കഴിയുമ്പോൾ പറ്റുമെങ്കിൽ ഈ കുമ്മായം ഒന്ന് എഴുതുക. രണ്ടാമത്തെ ചാല അടിച്ചു കഴിയുമ്പോൾ അതങ്ങനെ തന്നെ നിർത്തിയേക്ക്. രണ്ടാമത്തെ ദിവസം ഈ വെള്ളം ഒന്ന് തോട്ടിൽ കൂടി ഒഴുക്കി കളയുക. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പാടത്ത് പറഞ്ഞു ഇരുമ്പിന്റെ അംശമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലെന്ന്. അപ്പോൾ ഈ ഇരുമ്പിനെ നമ്മൾ ഒഴുക്കി കളയണം. തൊട്ട് താഴത്തെ അയൽവക്കക്കാരന്റെ കണ്ടത്തിലേക്ക് ഒഴുക്കി കളയരുത്. ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് ആയിരിക്കും ഇരുമ്പോഴും പോകുന്നത്. തോട്ടിലേക്ക് ഒഴുക്കി കളയാൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ നെല്ലിന് കുമ്മായം ഉപയോഗിക്കേണ്ടത് പറഞ്ഞു, വാഴയുടേത് പറഞ്ഞു, തെങ്ങിൻ്റേത് പറഞ്ഞു, ജാതിയുടെ പറഞ്ഞു. പച്ചക്കറിയും കപ്പയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സെന്റിന് 2 തൊട്ട് 3 കിലോ. പച്ചക്കറിയും കപ്പയൊക്കെ ചെയ്യുന്നവർക്ക് സെന്റിന് 2 തൊട്ട് 3 കിലോ എന്നുള്ള തോതിൽ ഉപയോഗിക്കും. ഗ്രോ ബാഗിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പിടി ഇട്ടുകൊടുത്ത ഗ്രോ ബാഗിൽ അത് ഓരോ കൃഷിക്ക് മുമ്പിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ഏതെങ്കിലും ഇവിടെ വിട്ടുപോയ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏതാണ്ടെല്ലാം ഞാൻ പറഞ്ഞു. കുരുമുളകിനും വാഴയ്ക്കും ഏതാണ്ട് അതുപോലെ തന്നെ 1/2 കിലോയുടെ അടുത്ത് വരും. കുരുമുളകിനൊക്കെ ഒറ്റ തവണ ഡോളമൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒറ്റ തവണ കൊടുത്താൽ മതി. കാരണം ദീർഘകാല വിളയാണ്. അപ്പോൾ ഡോളമൈറ്റ് ഒറ്റ തവണയായിട്ട് കൊടുത്താൽ 2 തവണയായിട്ട് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, നല്ലതാണ്. അത് കുഴപ്പമൊന്നുമില്ല. 2 തവണയായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ഇപ്പോൾ വാഴയ്ക്കൊക്കെ നമുക്ക് 2 തവണയായിട്ട് കൊടുക്കാനാണ് എപ്പോഴും ശുപാർശ ചെയ്യുന്നത്. അതിലേക്ക് വരാം. പച്ചക്കക്ക പൊടിച്ചിടുക എന്ന് പറയുന്നത് ചില കമ്പനിക്കാർ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. ഇതിന് അടിസ്ഥാനപരമായിട്ട് പച്ചക്കക്ക എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. നീറ്റ് കക്ക എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡാണ്. അമ്ലത്വത്തെ നിർവീര്യമാക്കാനുള്ള കഴിവ് കാൽഷ്യം കാർബണേറ്റിന്, അതായത് നമ്മുടെ പച്ചക്കറിക്ക് 100ആണ്. അതേസമയം നീറ്റ് കക്കയ്ക്ക് നിർവീര്യമാക്കാനുള്ള കഴിവ് 173ആണ്. ഇപ്പൊ നിർവീര്യമാക്കാനുള്ള കഴിവ് ഏതിനാ ഏറ്റവും കൂടുതൽ? ഈ കക്ക നീറ്റ് ചെയ്തു. നീറ്റ് കക്ക ഒരു പാക്കറ്റിന് നമുക്കിവിടെ 170 180 രൂപയാണ് ഒരു 10 കിലോയുടെ പാക്കറ്റിന്. പച്ചക്കറിക്ക് അവർ എത്രയാണ് മേടിച്ചിരുന്നത്? കിലോയ്ക്ക് 30 തൊട്ട് 35 രൂപ. നിർവീര്യമാക്കാനുള്ള കഴിവ് കുറവും, എന്നാൽ വിലയിൽ കൂടുതലും. ആ കമ്പനി തന്നെ വൻ തട്ടിപ്പായിരുന്നു. കുറെ സോഷ്യൽ മീഡിയയിൽ അവർ തട്ടിപ്പ് നടത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു അത്. അപ്പോൾ പച്ചക്കറിയെ നമ്മളങ്ങ് വിട്ടേക്കുക. നീറ്റൊക്കെ ഇല്ലെങ്കിൽ ഡോളമൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. കുമ്മായ പ്രയോഗം ആദ്യത്തെ ഘട്ടം അത് പ്രത്യേകം ഓർത്തു വയ്ക്കും. രണ്ടാമത്തത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഏത് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന ചെടികൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ്. എനിക്ക് ഉറപ്പാണ് മുടക്കുഴ പഞ്ചായത്തിലെ ഏത് സ്ഥലത്ത് കൃഷി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏത് സ്ഥലത്ത് മണ്ണ് പരിശോധിച്ചാലും അവിടെ ഈ 3 മൂലകങ്ങളിൽ ഫോസ്ഫറസ് എപ്പോഴും അധികമായിരിക്കും. അതിന് ഞാൻ പൊതുവെ നമ്മുടെ പഞ്ചായത്തുകാരെ കുറിച്ച് വേറെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, മുടക്കുഴ പഞ്ചായത്തുകാർക്ക് എല്ലുപൊടിയിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആദ്യത്തെ 1-2 ജോയിൻ ചെയ്ത ആദ്യത്തെ 1-2 തവണ ഗ്രാമസഭയിൽ വന്നപ്പോൾ ഞാൻ ഗ്രാമസഭയിൽ പറഞ്ഞു, ദയവ് ചെയ്ത് എല്ലുപൊടി വിതരണം ചെയ്യരുത്. എല്ലുപൊടി നമ്മുടെ മണ്ണിൽ, കാരണം എൻ്റെ വീട്ടിലെ മണ്ണ് പരിശോധിച്ചപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മുടക്കുഴ പഞ്ചായത്തില് 70-80% സ്ഥലത്ത് ഫോസ്ഫറസ് ആവശ്യത്തിലധികമാണ്. ആ സ്ഥലത്തേക്കാണ് വീണ്ടും നമ്മൾ കൊണ്ടുപോയി ഈ ഫോസ്ഫറസ് ഉള്ള എല്ലുപൊടി വീണ്ടും എല്ലാ കൊല്ലവും വിതരണം ചെയ്തു. ഇത് എന്ത് പറഞ്ഞാലും അന്ന് പഞ്ചായത്ത് മെമ്പർ മരിച്ചുപോയ പാതിക എൺപത്തേട്ടനായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലുപൊടി തന്നെ വന്നു. അപ്പം എൺപത്തേട്ടൻ്റെ കവലൊക്കെ കണ്ടപ്പോൾ ചോദിച്ചത് ഇത് എന്താണ് അന്ന് പറഞ്ഞത്, ഞാൻ ഇത്
എടാ ഇത് ആര് പറഞ്ഞത് എല്ലുപൊടി തന്നെ മതി എന്നാണ് പിന്നെ എല്ലാവരും കൂടെ ശരി വീണ്ടും എല്ലുപൊടി. ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ? എല്ലുപൊടി തന്നെ. ഇപ്പൊ മാറ്റി കഴിഞ്ഞ എല്ലുപൊടി ഇപ്രാവശ്യം മാറ്റി. ശരി, സന്തോഷം. അപ്പോ ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വളം കൊടുക്കുന്നത് നമ്മുടെ മണ്ണിൽ എന്തുണ്ട് എന്തില്ല എന്ന് അറിഞ്ഞ് വേണം കൊടുക്കാൻ. നമ്മുടെ മണ്ണില് ഈ 3 മൂലകങ്ങൾ പ്രധാനപ്പെട്ട നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നൈട്രജനും പൊട്ടാസ്യവും ഇതിൽ യൂറിയയും പൊട്ടാഷ്യം തന്നെ നിങ്ങൾ രാസവളങ്ങൾ തന്നെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതേപടി അങ്ങ് ഒലിച്ചു. അതേസമയം ഫോസ്ഫറസ് നമ്മൾ രാജ്ഫോസ്, പഴയ കരിപ്പൊടി മസൂരി ഫോസ് ഒക്കെ കരിപ്പൊടിയായിട്ട് കിട്ടിയിരുന്നത് രാജ്ഫോസ് പാറപ്പൊടിയാണ്. ഈ സാധനം ഒരു പാറ പൊടിച്ചുണ്ടാക്കുന്ന സാധനമാണ്. നല്ല കനമുള്ളത്, സിമെന്റ് പോലെയായിരിക്കും. ഈ സാധനം മണ്ണിലിട്ടാൽ മണ്ണിൽ അവിടെ തന്നെ കിടക്കും. മണ്ണ് ഇത് പിടിച്ചു വെക്കും ഭയങ്കരമായിട്ട്. നമ്മുടെ മണ്ണിന്റെ സ്വഭാവമാണ് അമ്ലത്വം കൂടുതലാണെങ്കിൽ കൂടുതൽ ശക്തിയോടെ പിടിച്ചു വെക്കും. ഈ പിടിച്ചു വെക്കുകയല്ലാതെ ചെടി ആവശ്യത്തിന് തിരിച്ചു ചോദിച്ചാൽ ഇതൊട്ട് തിരിച്ച് കൊടുക്കുകയില്ല. ഈ ചിലർക്ക് കടം കൊടുത്ത പോലെയാണ്, കൊടുത്താൽ പിന്നെ അത് മറന്നേക്കുക. ആവശ്യത്തിന് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ കുമ്മായം ഇട്ടാലേ അവൻ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ കുമ്മായ പ്രയോഗം കുറച്ചു കൊണ്ടുവരികയും ഈ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ ഇങ്ങനെ വീണ്ടും എല്ലുപൊടി ഇങ്ങനെ ഉദാഹരണം പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ 18 അല്ലെങ്കിൽ ടാക്ടോസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഫോസ്ഫറസ് മണ്ണിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുമ്മായം കൊടുക്കുന്നില്ലെങ്കിൽ ഫോസ്ഫറസിന്റെ അളവ് അങ്ങനെ കൂടി ഈ മണ്ണിലേക്കാണ് വീണ്ടും നമ്മൾ ഫോസ്ഫറസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചെടിക്ക് വേണ്ട നൈട്രജനും പൊട്ടാസ്യവും നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് പൊട്ടാസ്യത്തിന്റെ അളവിൽ നമുക്ക് വളരെയധികം കുറവ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോസ്ഫറസിന്റെ ഉപയോഗത്തിൽ നമ്മൾ ഒരു ചെറിയ പ്രധാനപ്പെട്ട 3 മൂലകങ്ങൾ നൈട്രജന്റെ, ഫോസ്ഫറസിന്റെ, പൊട്ടാസ്യത്തിന്റെ ഉപയോഗത്തിൽ ഫോസ്ഫറസിന്റെ ഉപയോഗത്തിൽ നമ്മൾ ചെറിയ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതിന് കാരണം നമ്മുടെ മണ്ണിൽ ഉപയോഗിക്കേണ്ട എന്നല്ല. നമ്മൾ എല്ലുപൊടി ഇപ്പോൾ നടുന്ന സമയത്ത് ഒരു 100 ഗ്രാം വാഴയ്ക്കോ അല്ലെങ്കിൽ 150 ഗ്രാം വിൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിരോധവുമില്ല. പക്ഷെ അത് അനാവശ്യമായിട്ട് ഉണ്ടോ? കാരണം ഇപ്പോഴും കുറച്ച് വേണം, മണ്ണിലുണ്ട് എന്ന് വെച്ച് തീർത്ത് ഒഴിവാക്കേണ്ട ഒരു സാധനമല്ല. പക്ഷെ അത് ഉപയോഗിക്കേണ്ട അളവിൽ നമ്മൾ ഒരു ഇച്ചിരി മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാക്കറ്റ് ഡോസ്. അതിന് 20-20 എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ 20 ഫോസ്ഫറസ് ആണ്. 18-18 രണ്ടാമത്തെ 18 ഫോസ്ഫറസ് ആണ്. ഈ ഫോസ്ഫറസ് വീണ്ടും വീണ്ടും നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നു. അതേസമയം നമ്മൾ ഓരോ വിളകളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ല്, പച്ചക്കറി പോലെയുള്ള വിളകൾക്ക് നൈട്രജന്റെ പകുതി മതി പൊട്ടാസ്യം. അതേസമയം നമ്മളുടെ ഇവിടത്തെ, ഞാൻ വളമല്ല കേട്ടോ, പൊട്ടാസ്യം എന്ന് ഉദ്ദേശിക്കുന്നത് പൊട്ടാഷ്യം വളമല്ല, പൊട്ടാസ്യം മൂലകമാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട മറ്റു വിളകളായിട്ടുള്ള തെങ്ങ്, ജാതി, കവുങ്ങ്, വാഴ, കുരുമുളക് പോലെയുള്ള വിളകൾക്കെല്ലാം തന്നെ നൈട്രജന്റെ ഇരട്ടിയാണ് പൊട്ടാസ്യത്തിന്റെ ആവശ്യകത. നൈട്രജന്റെ ഇരട്ടിയാണ് പൊട്ടാസ്യത്തിന്റെ ആവശ്യകത. നമ്മളിവിടെ പലപ്പോഴും ചെല്ലുന്നു 18 കുറച്ച് മേടിക്കുന്നു, ഇടുന്നു. ഈ 18-18-18 എന്ന് പറയുന്നത് തുല്യ അളവിലാണ്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും തുല്യ അളവിലുള്ള വളമാണ് ഈ 18-18-18. ആകെ കൂടി തുല്യ അളവിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും വേണ്ടത് കപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു വിളയ്ക്കും ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും തുല്യ അളവിൽ വേണ്ട ഒരു വിളയും നമ്മളിവിടെ കൃഷി ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ വിളയായിട്ടൊന്ന് എടുത്ത് പറയാം. ആ ഓരോ വിളയായിട്ട് എടുത്ത് പറയുമ്പോൾ അതിന് എത്രയാണ് വളത്തിന്റെ ആവശ്യകത എന്ന് പറയും. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് വാഴയുടെയാണ്. നമുക്ക് ഒത്തിരി അധികം വാഴ കർഷകർ ഇവിടെയുണ്ട്. പക്ഷെ വാഴയുടെ വളപ്രയോഗമാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് തെറ്റിപ്പോകുന്നത്. വാഴയുടെ വളപ്രയോഗം വളരെ എളുപ്പമാണ്. ആദ്യത്തെ 2 മാസം കൊടുക്കേണ്ട വളം ഒരേ രീതിയിലാണ്. ഒരു വാഴയ്ക്ക് 65 ഗ്രാം യൂറിയയും 250 ഗ്രാം രാജ്ഫോസും 110 ഗ്രാം പൊട്ടാഷ്യം. ആദ്യത്തെ 2 മാസം, 1-ാം മാസവും 2-ാം മാസവും 65 ഗ്രാം യൂറിയയും 250 ഗ്രാം രാജ്ഫോസും 110 ഗ്രാം പൊട്ടാഷ്യം.
3, 4, 5 മാസങ്ങളിൽ, മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും മാസങ്ങളിൽ രാജ്ഫോസ് കൊടുക്കേണ്ട യൂറിയയും പൊട്ടാഷ്യം മാത്രം, 65 ഗ്രാം യൂറിയയും 110 ഗ്രാം പൊട്ടാഷ്യം മാത്രം വെച്ച് കൊടുക്കുക. ഇപ്പൊ എളുപ്പത്തിൽ ഓർക്കാൻ ഒറ്റ കാര്യം, വാഴയ്ക്ക് കൊടുക്കേണ്ട വളം 1 തൊട്ട് 5-ാം മാസം വരെ കൊടുക്കേണ്ട വളം യൂറിയ 65 ഗ്രാമും പൊട്ടാഷ് 110 ഗ്രാമും. ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസം കൊടുക്കുമ്പോൾ യൂറിയയുടെ പൊട്ടാഷിന്റെയും കൂടെ 1/4 കിലോ വീതം രാജ്ഫോസ് കൂടി ചേർക്കുക. നമ്മളുടെ ഇവിടെ ചെറുവാഴ കൃഷി നന്നായിട്ടുണ്ട്, പാളയംകോടിനും ഞാലിപ്പൂവിനും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അനുപാതം ഇതേ തോതിൽ നിർത്തി ഈ 5 തവണയൊന്നും നമ്മൾ അതിൽ ചെയ്യില്ല, പരമാവധി 3 തവണ, 2 തൊട്ട് അല്ലെങ്കിൽ 3 തവണ. അപ്പൊ അവിടെ ഈ അനുപാതം യൂറിയയുടെ ഇരട്ടി അല്ലെങ്കിൽ ഒരു മുഴുവൻ ഇരട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 100 ഗ്രാം യൂറിയ എടുക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 200 ഗ്രാം പൊട്ടാഷ്യം എന്നുള്ള ഒരു അനുപാതത്തിൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കും. തെങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം ഏതാണ്ട് 750 ഗ്രാം യൂറിയയും 750 ഗ്രാം രാജ്ഫോസ് 1.5 കിലോ പൊട്ടാഷ്യം, 750 ഗ്രാം യൂറിയയും 750 ഗ്രാം രാജ്ഫോസ് 1.5 കിലോ പൊട്ടാഷ്യം വേണം ഒരു തെങ്ങിന്. ഇതുപോലെ തന്നെ ജാതി എടുത്തു നോക്കുകയാണെങ്കിൽ ജാതിയും തെങ്ങ് ഏതാണ്ട് ഇതേ അനുപാതമാണ്, ഏതാണ്ട് 750 ഗ്രാം യൂറിയയും 750 ഗ്രാം രാജ്ഫോസ് 1.5 കിലോ പൊട്ടാഷ്യം. നെല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിനെ പറയുമ്പോൾ ഒത്തിരി അധികം പറയാനുണ്ട്, സമയമുണ്ടെങ്കിൽ നെല്ലിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് ഒന്നുകൂടി പറയാം. എങ്കിലും നമ്മൾ 1 ഏക്കർ കണക്കാക്കുക, ഒരു സാധാരണ 110, 115 മൂപ്പുള്ള ജ്യോതിയൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഏക്കർ സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു 75 കിലോ യൂറിയയും ഏതാണ്ട് 90 കിലോ രാജ്ഫോസും. 90 വേണ്ട, ഊമയൊക്കെ ആണെങ്കിൽ 90 മതി, ജ്യോതി ആണെങ്കിൽ 75 മതി. 75 കിലോ രാജ്ഫോസും. അതേസമയം അവിടെ പൊട്ടാഷിന്റെ അളവ് വെറും 45 മതി. വ്യത്യാസം നോക്കി, 1 ഏക്കറിൽ നെല്ലിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 75 കിലോ യൂറിയയും ഏതാണ്ട് അത്രയും തന്നെ രാജ്ഫോസും. പൊട്ടാഷ് വേണ്ടത് എത്രയാ? 45 കിലോ. അതേസമയം ബാക്കി വിളകളിൽ പറഞ്ഞപ്പോഴോ എല്ലാം ഏതാണ്ട് ഇരട്ടി പറഞ്ഞു. ഞാൻ അതിലേക്ക് നമുക്ക് ഒരു കാലത്ത് നമുക്ക് ഈ തരം വളം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ ഇത്രയും ഇത് പലപ്പോഴും നമ്മൾ ഈ വളം കൊടുത്തുകൊണ്ടിരുന്നത് പല രീതിയിലായിരുന്നു. ചവറ് വെട്ടിക്കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചി കൃഷി വ്യാപകമായിട്ട് ഉണ്ടായിരുന്ന കാലത്ത് കാട്ടിൽ നിന്ന് ചവറ് വെട്ടി കൊണ്ടുവന്നിട്ടുകൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മുടെ മിക്കവാറും വീടുകളിൽ ചാരപ്പുരകളുണ്ടായിരുന്നു. അവിടുത്തെ ചാരം മുഴുവനായിരുന്നു പാടത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ ചാരമായിരുന്നു അന്നത്തെ കാലത്ത് പൊട്ടാസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്. പക്ഷെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട് വന്ന മാറ്റങ്ങളിൽ അടുപ്പ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒന്നായിട്ട് മാറി. അപ്പൊ ഇപ്പൊ ചാരത്തിന്റെ സ്രോതസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷിന് കിട്ടാനുണ്ട് എങ്കിൽ ചാരം നല്ലൊരു സ്രോതസ്സാണ് പൊട്ടാസ്യത്തിന്റെ. പൊട്ടാസ്യം കിട്ടാൻ മറ്റൊന്നും കൂടി ചകിരിച്ചോറ് കമ്പോസ്റ്റ്. ചകിരിച്ചോറ് അങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല, കാരണം ചെടി വരുന്നു. ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോ നെല്ലിന്റെ ചാരം കുഴപ്പമില്ല, എന്ത് ചാരമായാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. നമ്മള് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആൾക്കാരാണ് 10-15 കൊല്ലമായിട്ട് ആൾക്കാർ പറയുന്നേക്കാണ് ചാരം ഇട്ട് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പുറങ്ങളിൽ പയർ ചെയ്തിരുന്ന കാലത്ത് ഞാൻ നേരിട്ട് കണ്ടിരുന്നു ഈ ചാരം മുഴുവൻ പയറിന്റെ മുകളിലൂടെ വീശിരുന്നില്ല. ഏതെങ്കിലും പയർ വാടിപ്പോയിട്ടുണ്ടോ? അന്ന് ഈ കത്തിക്കുന്നതിൽ നമ്മൾ അന്ന് കൊയ്തതിന്റെ പതിലും ഉമ്മി എല്ലാം കൂടെ കത്തിച്ചല്ലേ ഈ ചാരം എല്ലാം അടുപ്പിൽ വരുന്നത്. എന്നിട്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ആ പറയുന്നതിലൊന്നും. പിന്നെ നേരെ ഒരു ചെടിയുടെ ചോട്ടിൽ 2 പിടി കൊണ്ടുപോയി ചാരം ഇട്ട് കഴിഞ്ഞാൽ ചെടി കഴിഞ്ഞു. ചെറിയ അനുവാദം കൊടുക്കും. അപ്പൊ ജൈവ രീതി ചെയ്യുന്നവർക്ക് പൊട്ടാസ്യം ഒക്കെ കൊടുക്കും.
ഇതിന് നിർബന്ധമായിട്ടും ഞാൻ ഒരു കാര്യം പറയാതെ വിട്ടുപോയത് ജൈവവളത്തിൻ്റെ ഉപയോഗത്തെ കുറിച്ചാണ്. കാരണം അതിൻ്റെ ഒരു അളവൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് അതൊരു സാധാരണ കർഷകന് താങ്ങാവുന്ന അളവും മറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പശുവുണ്ട്, ചാണകമുണ്ട് എങ്കിൽ പോലും അത് പറമ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ചിലവേറിയ. അപ്പം അത് കഴിയുന്നത് പോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിന് ജൈവാംശം ഇല്ലാതെ മണ്ണിന് ജീവനില്ല എന്നുള്ളത് കൃത്യം ഓർത്ത് വയ്ക്കാം. അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് എന്ത് രീതിയിൽ നമ്മുടെ പറമ്പിലെ കാട് വെട്ടി ചുവട്ടിലേക്ക് ഇട്ടാലും അത് ജൈവവളം. വീട്ടിലെ കരിയിൽ അടിച്ചു വരി നമ്മളുടെ തെങ്ങിൻ്റെ ചുവട്ടിലേക്കോ മറ്റോ ഇട്ടാലും അതും ചീഞ്ഞ് ജൈവവളമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ തരം കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് ഈ പൊട്ടാഷിന് ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്നുകൂടി ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. തേങ്ങയ്ക്ക് കായ്ഫലം കുറയുന്നത് പൊട്ടാഷിന്റെ കുറവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏത്തക്കായ വണ്ണം വയ്ക്കുന്നതിനും പൊട്ടാഷ് വളരെ പ്രധാനമാണ്. ജാതിക്ക പിടിക്കണമെങ്കിൽ പൊട്ടാസ്യം വളരെ പ്രധാനപ്പെട്ട മൂലമാണ്. പൊട്ടാസ്യത്തിന്റെ പ്രധാന ധർമ്മങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് പുഷ്പിക്കാനും ആ പുഷ്പം കായാകാനും പൊട്ടാഷ് അത്യാവശ്യം വേണ്ട ഒന്നാണ്. രണ്ടാമത്തേത് ഏത് ചെടിക്കും കീടരോഗ പ്രതിരോധ ശേഷി കൊടുക്കുന്ന മൂലകങ്ങളിൽ ഒന്ന് കാൽഷ്യം പോലെ തന്നെ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം വളരെ നിർബന്ധമായിട്ടും വിളകൾക്ക് വേണ്ട ഒന്നാണ്. ഞാൻ വാഴയുടെ തന്നെ ചില ഉദാഹരണങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാഴയിൽ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ താഴത്തെ ഇലകളുടെ അരികു മാത്രമായിട്ട് ഇങ്ങനെ കരിഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ടോ? താഴത്തെ ഇലയുടെ അരികു മാത്രം. പൊട്ടാസ്യത്തിന്റെ കുറവാണ് കാണിക്കുന്നത്. ഈ പൊട്ടാസ്യത്തിന്റെ കുറവ് കാണിക്കുന്ന വാഴകളിൽ പുള്ളിക്കുത്ത് രോഗം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പുള്ളിക്കുത്ത് രോഗത്തിന് നമ്മൾ മരുന്നടിക്കും, കുമിൾനാശിനി കഴിക്കും. പക്ഷെ പൊട്ടാഷ് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഈ കുമിൾനാശിനി മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ വാഴയ്ക്ക് പ്രയോജനമൊന്നും കിട്ടില്ല. 2 ആഴ്ചത്തേക്ക് രോഗം ഒന്ന് കുറഞ്ഞു നിൽക്കും. 3-ാമത്തെ ആഴ്ച വീണ്ടും നമ്മളൊരു കുമിൾനാശിനി കൊടുക്കേണ്ട ഘട്ടത്തിലേക്ക് വരും. ജാതിയിലൊക്കെ പൊട്ടാസ്യത്തിൻ്റെ ഉപയോഗം വളരെ നിർബന്ധമായും നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വിളയാണ് ജാതി എന്നുള്ളത്. ഇപ്പം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ വിളകൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ചെറിയ സൂചന ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ മണ്ണിലേക്ക് പ്രധാനമായിട്ട് വേണ്ട മറ്റ് ചില മൂലകങ്ങൾ കൂടിയുണ്ട്. അതൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാൽഷ്യം. രണ്ടാമത്തെ ഒന്ന് മഗ്നീഷ്യമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10 കൊല്ലം മുമ്പ്, ഞാനും നിങ്ങളും ഒക്കെ ഈ പഞ്ചായത്തിലെ താമസക്കാരാണ്. 10 കൊല്ലം മുമ്പ് നമ്മുടെ സൊസൈറ്റിയിലെ വളക്കടയിൽ മഗ്നീഷ്യം വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എപ്പോഴും മഗ്നീഷ്യം സ്റ്റോക്ക് ഉണ്ടാവും. ഒരിക്കൽ വിളിച്ചേട്ടൻ പറഞ്ഞത്, എന്താ വിളിച്ചേട്ടൻ എടാ വാഴയ്ക്ക് മഗ്നീഷ്യം ഇട്ട വാഴയുടെ ഇലയ്ക്ക് നല്ല പച്ചപ്പാണ്, അത് കാരണം നല്ല കച്ചവടമുണ്ട് ഈ സാധനത്തിനുണ്ട്. മഗ്നീഷ്യവും ചെടികളുടെ വളർച്ചയ്ക്ക് പ്രത്യേകം വേണ്ട ഒരു മൂലകമാണ്. അത് പ്രത്യേകിച്ച് വാഴയിലൊക്കെ എടുത്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, താഴത്തെ ഇലയ്ക്കുള്ളൊരു മഞ്ഞപ്പായിട്ടാണ് അത് കാണിക്കുക. മൂത്ത ഇലകളിൽ, മുകളിലുള്ള മൂത്ത ഇലകളിൽ ഒരു മഞ്ഞപ്പായിട്ടാണ് അത് കാണിക്കുക. ആ മഞ്ഞപ്പിൽ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ഞരമ്പിനോട് ചേർന്ന ഭാഗം പച്ചയായിട്ടിരിക്കും, ബാക്കി ഭാഗം മഞ്ഞച്ചിരിക്കുന്നത്. ഇത് വേറെ ചില വിളകളിലൊക്കെ നമ്മൾ വളരെ പച്ചക്കറികളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാം. താഴത്തെ ഇലകളുടെ ഞരമ്പ് പച്ചയായിട്ടിരിക്കും, ബാക്കി ഭാഗം മഞ്ഞയായിട്ടിരിക്കും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾ ചില വിളകൾ. അതൊക്കെ മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അങ്ങനെ കുറവുള്ള എല്ലാ വിളകൾക്കും എല്ലാ സ്ഥലത്തും മഗ്നീഷ്യം വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. വിളകളിൽ മഗ്നീഷ്യം കുറവുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട മൂലകം ബോറോണാണ്. ഈ ബോറോണിന്റെ കുറവ് നമ്മുടെ പഞ്ചായത്തിൽ സർവ്വസാധാരണമാണ്. ഓരോ വിളകളിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടത് ഓർത്തിരിക്കും. ഇപ്പോൾ തേങ്ങ
പലരുടെയും താഴെ വീഴുന്നുണ്ട്. ഈ വീഴുന്ന തേങ്ങ നീളത്തിൽ വിണ്ട് കീറി വീഴുന്ന കണ്ടിട്ടുണ്ടോ? എത്ര പേരുടെ വീട്ടിലെ തെങ്ങിലെ തേങ്ങ നീളത്തിൽ വിണ്ട് കീറി വീഴുന്നുണ്ട്? ആരെയും വീഴുന്നില്ലേ? ഉണ്ട്. ശരി, മാങ്ങ മൂപ്പത്താറാകുമ്പോൾ നീളത്തിൽ വിണ്ട് കീറി വീഴാറുണ്ടോ? ഉണ്ട്. ജാതിക്ക ഈ മഴക്കാലത്ത് പൊഴിയുന്നതല്ല. ജാതിക്ക ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് മൂന്ന് തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളയ്ക്കായിട്ട് പൊഴിഞ്ഞു വീഴാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. അടയ്ക്ക പൊട്ടി നീളത്തിൽ വിണ്ട് കയറി വീഴാറുണ്ടോ? ഉണ്ട്. ഇതെല്ലാം ബോറോണിന്റെ കുറവിന്റെ ലക്ഷണമാണ്. വാഴയിൽ വേറൊരു രീതി കാണിക്കും. വാഴയിൽ കായ നമ്മൾ തന്നെ ചെറുവാഴയൊക്കെ കൃഷി ചെയ്യുമ്പോൾ, കൈത്തവാഴയൊക്കെ കൃഷി ചെയ്യുമ്പോൾ കായ പൊട്ടിപ്പോകുക എന്ന് പറയുന്നത്. അത് പിന്നെ ഒരെണ്ണം നമ്മൾ കാണുന്നത് വാഴയിൽ പുതിയ തൂമ്പ് വിരിഞ്ഞു വരുന്നത് വെളുത്ത് ഇരിക്കും. നമ്മൾ വെള്ളത്തൂമ്പ് ഇരിക്കുക എന്ന് പറയും. നന്നായിട്ട് വിരിഞ്ഞു വരാതെ വെളുത്ത് ഇരിക്കും. ഇതൊക്കെ ബോറോണിന്റെ കുറവിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പറമ്പിലുള്ള ഭൂരിഭാഗം വിളകൾക്കും ഈ ബോറോണിന്റെ കുറവ് നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാം. ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. വലിയ വിളകൾക്ക്, വൃക്ഷ വിളകൾക്ക്, ഇപ്പൊ നിങ്ങൾ തെങ്ങ്, ജാതി, അടയ്ക്കാമരത്തിന് ഞാൻ പിന്നീട് പറയാം. അടയ്ക്കാമരത്തിന് കുറച്ച് കുറവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ മാവുണ്ട്, മാവിനും ഇത് വിണ്ട് കയറുന്നുണ്ടെങ്കിൽ അപ്പൊ തെങ്ങ്, ജാതി പോലെയുള്ള വിളകൾക്ക് കൊല്ലത്തിലൊരിക്കൽ 50 ഗ്രാം ബോറാക്സ് വെച്ച് കൊടുക്കാം. ബോറാക്സ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റി തന്നെ കാണാറുണ്ട്. 50 ഗ്രാം ബോറാക്സ് വെച്ച് കൊല്ലത്തിലൊരിക്കൽ. ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റു വളത്തിന്റെ കൂടെ കൂട്ടണ്ട. 50 ഗ്രാം ബോറാക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട. ഒരു പാത്രത്തിൽ കൊണ്ടുപോയി 2 സ്പൂൺ ചുവട്ടിലിട്ടാൽ 50 ഗ്രാം ആയി. മണ്ണിൽ നനവുള്ള ഒരു സമയത്ത് നിങ്ങൾ ഈ 50 ഗ്രാം ബോറാക്സ് ഇട്ട് കൊടുക്കും. പ്രത്യേകിച്ച് പൊട്ടാഷ്യന്റെ കൂടെ ബോറാക്സ് ചെയ്യില്ല. നിങ്ങൾ വാഴ, കവുങ്ങ്, കുരുമുളക് പോലെയുള്ള വിളകളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെടിക്ക് 10 ഗ്രാം മതി. ഒരു ചെടിക്ക് 10 ഗ്രാം മതി. 10 ഗ്രാം എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ പോലും ഇല്ല. അത്രയും നിങ്ങൾ കൊല്ലത്തിലൊരിക്കൽ, പൊട്ടാഷ്യന്റെ കൂടെ ഉള്ളത് കൊല്ലത്തിലൊരിക്കൽ. അത് ഏതൊക്കെയാണ് പറഞ്ഞത്? 10 ഗ്രാം പറഞ്ഞത് കുരുമുളക്, വാഴ, കവുങ്ങ്, അടങ്ങാൻ ഈ 3 എണ്ണത്തിനും. പിന്നെ നമ്മൾ പച്ചക്കറി പോലെയുള്ള വിളകൾക്കൊക്കെ നമുക്കത് സ്പ്രേ ആയിട്ട് കൊടുക്കുകയാണ് നല്ലത്. അത് 1 അല്ലെങ്കിൽ 2 ഗ്രാം ചൂട്ടി കൊടുക്കുന്നതിനേക്കാൾ സ്പ്രേ ആയിട്ട് കൊടുക്കുന്നതാണ് അത് നല്ലത്. ഇത് ഒരു കാര്യം കൂടി നമ്മൾ 1 ഗ്രാം തൊട്ട് 2 ഗ്രാം വരെ അതിൽ കൂടുതൽ കൂട്ടണം. 2 ഗ്രാം, 1 തൊട്ട് 2 ഗ്രാം ബോറാക്സ് തന്നെയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി കാർഷിക സർവകലാശാല ഇതിന് ചില കൂട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. വാഴ കർഷകർ, ശാന്തചേച്ചി അല്ലാതെ വാഴ ചെയ്യുന്ന ആൾക്കാരൊന്നും കൈവക്കാവോ? ഇപ്പോൾ വാഴയുള്ള ആൾക്കാർ. ശരി, വാഴ കർഷകർ എപ്പോഴെങ്കിലും നിങ്ങൾ MC റോഡ്, AM റോഡ് വഴി 3-ാം റോഡ് നമ്മുടെ ഓർഗാനിക് ഗവേഷണ കേന്ദ്രത്തിൽ ഒന്ന് കയറുക. അവിടെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അയറെന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അയർ വാഴ കൃഷിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സൂക്ഷ്മമൂല കൂട്ടാണത്. അത് 2 പാക്കറ്റ് മേടിക്കുക. ഒരു പാക്കറ്റിന് ഏതാണ്ട് 100 രൂപയാണ് വില വരുന്നത്. ഇത് 2.5 മാസത്തിലും 4.5 മാസത്തിലും വാഴയുടെ ചുവട്ടിൽ 100 ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പാക്കറ്റ് മേടിച്ചാൽ 10 വാഴയ്ക്കുണ്ട്. നിങ്ങൾ 100 വാഴ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ 10 എണ്ണത്തിന് മാത്രം ചെയ്യുക. അതിൽ 2.5 മാസത്തിൽ 4, വേറെ വളത്തിന്റെ കൂടെ ഒന്നും ചേർക്കേണ്ട, അല്ലാതെ കൊടുക്കുക. അത് 2.5 മാസത്തിലും 4.5 മാസത്തിലും 100 ഗ്രാം വീതം കൊടുക്കുക. ആ 10 വാഴയുടെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കത് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും. പ്രയോജനം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം അടുത്ത കൃഷിക്ക് നിങ്ങൾ വിപുലമായിട്ട് ചെയ്തു. 200 രൂപയുടെ ചെലവിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെച്ചം ചെറുതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ പച്ചക്കറിക്ക് ഒക്കെ തളിക്കാവുന്ന സമ്പൂർണ്ണ എന്ന് പറഞ്ഞ കൂട്ടും, അത് അവിടെ നിങ്ങൾക്ക് കിട്ടും. അത് 5 ഗ്രാം വെച്ച് സ്പ്രേ ചെയ്യാം. നെല്ലിലേക്കുണ്ട്. നെല്ലിൻ്റെ മണിത്തൂക്കം കൂടാനും കൂടുതൽ
പതിരിന്റെ അളവ് കുറയ്ക്കാനും മണിയുടെ എണ്ണം കൂട്ടാനും ഒക്കെ നെല്ലിന്റെ സമ്പൂർണ്ണ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഇത്തവണത്തെ പഞ്ചായത്തിന്റെ പദ്ധതിയിലോ മറ്റോ എടുത്ത് നമുക്ക് കുറച്ച് സമ്പൂർണ്ണ ഒന്ന് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഞാറ്റടിയിലും പാർക്കുമായിട്ട് 2 തവണ സ്പ്രേ ചെയ്യാനാണ് നമ്മൾ 5 ഗ്രാമും 10 ഗ്രാമും വീതം ഞാറിൽ പാർത്ത് സ്പ്രേ ചെയ്യാനുമാണ് നമ്മളുടെ ശുപാർശ. അപ്പോൾ ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇത്രയും പറഞ്ഞു വന്നത് പ്രധാനമായിട്ട് നമ്മളുടെ ഓരോ വിളകളിലും വേണ്ട വളപ്രയോഗവും അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് സംക്ഷിപ്തമാക്കി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് കുമ്മായ പ്രയോഗത്തിൻ്റെ ആവശ്യകതയാണ്. അത് ഓരോ വിളയ്ക്കും വേണ്ട അനുപാതവും പറഞ്ഞു. രണ്ടാമത്തേത് പ്രധാനപ്പെട്ട മൂലകങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം. അതിൽ ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ അധികമാണ്, അതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യകത പറഞ്ഞു. ഓരോ വിളയ്ക്ക് അനുസരിച്ചാണ് വളപ്രയോഗം എന്നതിനെ കുറിച്ചും പറഞ്ഞു. വാഴയ്ക്ക് തെങ്ങിനും ജാതിക്കും ഒക്കെ പൊട്ടാസ്യം കൂടുതലാണ്, അതേസമയം പച്ചക്കറിക്കും നെല്ലിനും നൈട്രജനാണ് കൂടുതൽ വേണ്ടത്, പൊട്ടാസ്യം കുറവാണ് വേണ്ടത്. ജൈവവളത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അത് കഴിവിൻ്റെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു അളവ് ഞാൻ പറയാണ്ടിരുന്ന അളവ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കും, ഇത്ര അളവൊക്കെ എങ്ങനെ ഇടും എന്ന് തിരിച്ച് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അളവിൻ്റെ കാര്യം പ്രത്യേകം പറയാതിരുന്നത്. പിന്നെ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടിയിൽ ആ ലക്ഷണം കാണുന്നുണ്ട് എങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മളുടെ ബോറോണിൻ്റെ കാര്യം പറഞ്ഞു, അതിന് ബോറാക്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. വാഴയിലാണെങ്കിൽ അയറിൻ്റെ കാര്യം പറഞ്ഞു. പച്ചക്കറിയിൽ സമ്പൂർണ്ണം കുറഞ്ഞൊരു സൂക്ഷ്മ മൂലകൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. കാൽഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയത് കൂടി എടുത്ത് പറയാം. കാൽഷ്യത്തിൻ്റെ കുറവ് നമ്മുടെ പല വിളകളിലും നമുക്ക് എളുപ്പത്തിൽ കാണാം. നമ്മുടെ മണ്ണിലെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ട്. പ്രയോഗം പറഞ്ഞപ്പോൾ അത് കാൽഷ്യം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്. ഇപ്പം നമ്മൾ വാഴയിൽ കൂമ്പല്ല ചുക്കി ചുഴിഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? കാൽഷ്യത്തിൻ്റെ കുറവാണ്. കട്ടി കൂടി ചുക്കി ചുഴിഞ്ഞിരിക്കുന്നുണ്ട് എങ്കിൽ അത് കാൽഷ്യത്തിൻ്റെ കുറവാണ്. നിങ്ങൾ ചിലപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ ഈ കൂമ്പെല്ലാം വരുന്നത് നമ്മൾ പണ്ട് ഓലപ്പാമ്പ് ഉണ്ടാക്കുന്ന പോലെ മടക്കി മടങ്ങിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കാൽഷ്യത്തിൻ്റെ കുറവാണ്. നിങ്ങളുടെ പച്ചക്കറികളുടെ ഇല കൂമ്പെല്ലാം കട്ടി കൂടി ഭയങ്കരമായിട്ട് കട്ടി കൂടി വളഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അതും കാൽഷ്യത്തിൻ്റെ കുറവാണ്. അത് നിങ്ങൾ ഓർത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പറമ്പിലെ ഒത്തിരി അധികം വിളകൾക്ക് നിങ്ങൾ ഈ ലക്ഷണങ്ങൾ മുഴുവൻ കാണുന്നു. ഇത് പ്രധാനമായും ഞാൻ ഇത്രയും പറഞ്ഞത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കരുത്. കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കാം. ഫോളിയർ സ്പ്രേ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല നമുക്ക്. പക്ഷേ ഫോളിയർ സ്പ്രേ ഇപ്പം ഇവിടെ ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി കൂടുതൽ വളത്തിൻ്റെ അളവ് കൂട്ടാൻ പറ്റില്ല. വെള്ളത്തിലേക്ക് ചേർക്കുന്നു ചെടി കരിക്കുന്നു. അപ്പോൾ നമ്മൾ പരമാവധി കൊടുക്കാവുന്ന അളവ് വെച്ച് ഇപ്പം നമ്മൾ 10 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോളിയർ സ്പ്രേ കൊടുക്കുന്ന മൂലകങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൽ 5 ഗ്രാമാണ് ഞങ്ങൾ സാധാരണ ശുപാർശ ചെയ്യുക. 10 ഗ്രാം വരെ പലരും പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ചെടി കരിയും. പക്ഷേ 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമേ അത് ആവുന്നുള്ളൂ. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ആ ഒരാഴ്ച കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച വീണ്ടും നമ്മളൊരു സ്പ്രേ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ചില വിളകളിൽ അത് ഭയങ്കര പ്രയാസമായിട്ട് വരും. ഇപ്പം പച്ചക്കറികളിലൊന്നും വലിയ പ്രയാസമില്ല. അതേസമയം നമ്മൾ നെല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഓരോ ആഴ്ച ഇടവിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം ഇടവിട്ട് സ്പ്രേ കൊടുക്കുക എന്ന് പറയുന്നത്. അതേസമയം പച്ചക്കറിയിലൊക്കെ കർഷകർ വ്യാപകമായിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2-3 വളം മണ്ണിൽ കൊടുക്കും. അതിനുശേഷമുള്ള വളപ്രയോഗം മുഴുവനായിട്ട് ഇലയിൽ കഴിയും. അവിടെയും നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാവുന്നതുണ്ട്. ഇപ്പോൾ പച്ചക്കറി കർഷകർ വ്യാപകമായി പച്ചക്കറി ചെയ്യുന്ന ആൾക്കാരുണ്ടോ? പച്ചക്കറി കർഷകർക്കൊക്കെ ചെയ്യാവുന്നത് പൂവും കായൊന്നും ആയിക്കഴിഞ്ഞാൽ 19-19 13-0-45 എന്ന് പറഞ്ഞൊരു വെള്ളത്തിൽ അലിയുന്ന വളമുണ്ട്. അതാണ് അവിടെ പൊട്ടാഷിൻ്റെ അളവാണ് കൂടുതൽ.
പിന്നെ ഏത്തവാഴയിലൊക്കെ ഒരു പ്രയോഗം നമ്മൾ കായയുടെ വണ്ണം കൂട്ടാനായിട്ട് SOP എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഒരു വെള്ളത്തിലലിയുന്നു. അത് കായ മുഴുവൻ കടലിൽ തിരിഞ്ഞു കഴിഞ്ഞ് ഒന്നും പിന്നെ ഒരു 2 ആഴ്ച രണ്ടാമതൊരു സ്പ്രേ ഒക്കെ കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില ശുപാർശകളൊക്കെ കാർഷിക സർവകലാശാലയുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഇത് അതുകൊണ്ട് മാത്രമായിട്ട് വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ കളിച്ചുകൊണ്ട് മാത്രമായിട്ടൊരു കൃഷിയെ പോകുന്നത് നമുക്ക് ചിലവ് ഭയങ്കരമായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നത് കുറച്ചുകൂടി 2 or 3 വളം നമ്മൾ താഴെ കൊടുക്കുക, പിന്നീടുള്ളത് ഇലയിൽ കൊടുക്കുന്നതുമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. പച്ചക്കറി കർഷകർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടി കായകൾ കുഴപ്പമൊന്നുമില്ല, പരിശോധിക്കും. വാഴയില് നമുക്ക് മുഴുവൻ എത്താൻ പ്രയാസമാണ്. വാഴയില് താഴെ തന്നെ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രിപ്പ് ഇടണം. അടിച്ച് എടുത്തോളും, വലിച്ചോളും, കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര അടിച്ചാലും മുകളിലത്തെ ഇലകളിലേക്ക് എത്തില്ല. കാരണം താഴത്തെ ഇലകളിൽ തട്ടി കഴിഞ്ഞിട്ടല്ലേ പിന്നെ മുകളിലേക്ക് എത്തുള്ളൂ. അത് പ്രയാസമാണ്. വേറെ എന്തെങ്കിലും കൊക്കക്കായ കറുത്ത് പോകുന്നതിന് ഞാൻ രോഗങ്ങളിലേക്കും കീടങ്ങളിലേക്കും കടന്നില്ല, എന്നാലും സംശയം പറഞ്ഞപ്പോൾ അതുകൂടി പറയാം. കൊക്കക്കായ കറുത്ത് പോകുന്ന പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യ ഘട്ടത്തിൽ തീരെ ചെറുതായിരിക്കുമ്പോൾ അത് രോഗമല്ല. അതായത് നമ്മൾ മാമ്പ് കൊണ്ട് മക്കളെ കൊണ്ട് ഇത് എഴുതുമെന്ന് പറയുന്ന പോലെയാണ്. കുറേ അധികം കാര്യങ്ങൾ കുറച്ചെണ്ണം കരിഞ്ഞു പോകുക. അത് ചെടിക്ക് താങ്ങാവുന്നത് മാത്രമേ നിർത്തുള്ളൂ, ബാക്കിയുള്ള കരിഞ്ഞു. അതിനുശേഷം കരിയുന്നത് ഭൂരിഭാഗവും കുമിൾവാതം കൊണ്ടാണ്. ഈ കുമിൾവാതം നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ഈ പ്രദേശത്തെ കൊക്കോ, ഇപ്പം ഞാൻ അടക്കമുള്ള കുറച്ച് കൊക്കോയുള്ളൂ ജീവിതത്തിൽ, അതടക്കമാണെങ്കിൽ പോലും കൃത്യമായിട്ട് കൊമ്പ് കോതി കവാത്ത നടത്തി ചെയ്യുന്ന രീതി നമുക്കിപ്പോൾ ഇല്ല. നമുക്ക് അതേസമയം നമ്മൾ ഇടുക്കി ഭാഗത്തേക്ക് തങ്കമണി, ഞാൻ ഒരു ചെറിയ കാലം കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നത് തങ്കമണി പഞ്ചായത്തിലായിരുന്നു, പഴയ തങ്കമണി സ്റ്റേഷൻ. അവിടുത്തെ കർഷകരെ കൊക്കോ വെട്ടി ഒതുക്കി കൊണ്ടു നടക്കുന്നത് കാണുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൊക്കോയുടെ ചെടിയുടെ അകത്തേക്ക് നല്ല സൂര്യപ്രകാശവും നല്ല വായു സഞ്ചാരവും ഉറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അത് ചെയ്താൽ തന്നെ നമ്മളുടെ ഈ ചീച്ചിൽ രോഗങ്ങൾ നമുക്ക് കുറയും, നന്നായിട്ട് കുറയും. ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒന്ന്, മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ഇപ്പൊ മഴ തുടങ്ങുന്നത് എപ്പോഴെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. പണ്ട് നമുക്ക് പറയാമായിരുന്നു മെയ് അവസാനത്തെ ആഴ്ച അല്ലെങ്കിൽ ജൂൺ ആദ്യത്തെ ആഴ്ച. ഈ കൊല്ലത്തെ അവസ്ഥ അറിയാം. ഫെബ്രുവരി ആയപ്പോൾ തൊട്ട് ഇക്കൊല്ലം നമുക്ക് മഴ കിട്ടി തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുന്നു. അതായത് അടച്ച് നമ്മുടെ മഴ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ക്ലോറോമിശ്രമോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 5-12 നമുക്കൊരു സ്പ്രേ കൊടുക്കാം. അത് കഴിഞ്ഞ ഒരു 1.5-2 മാസം കഴിഞ്ഞ് എപ്പോഴെങ്കിലും നമുക്കൊരു ചെറിയ കോർച്ച കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്പ്രേ ചെയ്യണം. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനം വേണ്ടത് നമ്മളുടെ കൊമ്പ് കോതി, കാരണം അടഞ്ഞു നിന്നാൽ ഈ രോഗം വളരെ പെട്ടെന്ന് തെറ്റുവരും. ഇത് പല കാര്യങ്ങളിലും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ വാഴയിൽ അരപ്പുള്ളി രോഗം, പൊട്ടാഷ്യന്റെ കുറവിന്റെ കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പല, ഞാൻ തോട്ടം പറയുന്നില്ല, നമ്മുടെ പഞ്ചായത്ത് ഞാൻ ഒരു കാലത്ത് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് സ്ഥിരങ്ങൾ നമുക്കൊരു ഏത്തവാഴ നടേണ്ട അകലം എത്ര അകലത്തിൽ നടന്ന ഒരു ഏത്തവാഴ? 2 മീറ്റർ. നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ നോക്കിയാൽ കാണില്ലേ 1.8, 1.9, 1.1 നട്ട ആൾക്കാർ. ഞാനിവിടെ ഒരു തോട്ടം പറഞ്ഞത് ശരിയാവില്ല, അതുകൊണ്ട് കൂടിയാണ്. അത് 2 സീസൺ നട്ടു. ഈ 2 സീസണിൽ വളരെ അടുപ്പിച്ചാണ് നട്ടത്. ഈ അടുപ്പിച്ച് നട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു 4-ാം മാസം എത്തുമ്പോൾ വാഴയില നമ്മൾ അങ്ങ് കോർത്ത് കിട്ടും. ഒട്ടും സൂര്യപ്രകാശം താഴെത്തില്ല, വായു സഞ്ചാരം ഉണ്ടാവില്ല. അവിടെ ഈ രോഗങ്ങൾ, ഇലപ്പുള്ളി രോഗം അവിടെ നിന്ന് മാറുകയില്ല. അപ്പൊ കൃത്യമായ അകലം കൂടി, അവിടെയാണ് ഈ സൂര്യപ്രകാശവും ഇതും കിട്ടേണ്ട പ്രാധാന്യം. അത് നമ്മൾ ഇപ്പോ കാഡ്ബറിക്കാര്
വലിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ, അത്യാവശ്യം വലിയ തോട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരാൾക്കാരെ കൊണ്ടുപോകണം. നമ്മൾ കൂലി കൊടുത്ത ട്രെയിനിങ് കൊടുത്ത ആൾക്കാരെ കൊണ്ട് കവാത്ത് ചെയ്യിക്കുന്ന ഒരു രീതിയൊക്കെ ക്യാൻസർക്കാർ നമ്മുടെ ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കുന്ന. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ നമ്പർ തരാം. പക്ഷെ എത്ര ഏരിയ വരെ അവർ ഒന്ന് ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ 3-ാമത്തെ വർഷം റബ്ബർ ഉണ്ട് എങ്കിൽ 3 വർഷം കഴിഞ്ഞ് പൈനാപ്പിൾ വെട്ടി കഴിയുന്ന സമയത്ത് അവർ കൊക്കോ പ്ലാന്റ് ചെയ്യാനുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കണം. ജാതി കൊമ്പ് കോതണ്ട. ജാതിയിടയിൽ കൃത്യമായ അകലം ഒന്ന് പാലിച്ചിരുന്നാൽ മതി. ജാതിയിടയിൽ പിന്നെയും ഒരു ചെറിയ കാര്യമുള്ളത്, അത് ഞാൻ പറയുന്നത് എൻ്റെ പറമ്പുകൾ അറിയാവുന്നവരെ അതെൻ്റെ പറമ്പിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതും കൂടി പറയുന്നു. കുറച്ച് നന്നായിട്ട് ഷെയ്ഡ് ക്രമീകരിക്കേണ്ടതും ജാതിയിൽ അത്യാവശ്യമാണ്. നമ്മളുടെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം തന്നെ മരങ്ങളും ഒക്കെ വളർന്ന് ജാതിയുടെ മുകളിൽ അപ്പോൾ അടഞ്ഞ് കെട്ടിയായിരിക്കും നിൽക്കുന്നത്. വായുസഞ്ചാരം ഇല്ലാതെ വരുമ്പോൾ ഇപ്പം നമുക്ക് ഈ സീസണിൽ, അതായത് ഒരു ജൂലൈ ഓഗസ്റ്റ് ആയപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലെ ജാതി ഇല മുഴുവൻ പോയിട്ട് കായ കൊഴിഞ്ഞു വരും. കുമിൾബാധയാണ്, ഫൈറ്റോഫ്തോറ എന്ന് പറഞ്ഞ കുമിൾബാധയാണ്. ഇത് അടഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ജാതിയുടെ തുമ്പ് പോകേണ്ട. ഇതിന് ചെയ്യുന്ന പോലെ, ഇത് കൊക്കോയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ കൊമ്പ് പോകണ്ട. അത് ജാതി അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഒരു കാലത്തൊക്കെ നമ്മളുടെ പല ജാതികളിൽ അടുത്ത് വെച്ച സ്ഥലങ്ങളുണ്ട്, നല്ല അകലുണ്ട്. ഇപ്പൊ 2 ജാതി തമ്മിൽ നമ്മൾ സാധാരണ ഒരു അകലം പറയാം 8 തൊട്ട് 10 മീറ്ററാണ്. 9 മീറ്റർ ഉണ്ടെങ്കിൽ പിന്നെ അതിനെ വെട്ടി വേണ്ട. വേറെ ചോല ഉണ്ടെങ്കിൽ അതൊന്ന്, ചോല നിർബന്ധമായിട്ടും വേണം, പക്ഷെ ആ ചോല ഒന്ന് കുറച്ച് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കാർ പോസ്റ്റിന് തൊട്ട് സൈഡിലേക്ക് ഒരു ജാതിയുണ്ട്, മുഴുവൻ ഉണങ്ങിയായിരിക്കും നിൽക്കുന്നത്. കാരണം അതിൻ്റെ തെക്ക് വശത്ത് നിന്ന് നന്നായിട്ട് വെയിലടിക്കും, അവിടെ ഒരു തണലുമില്ല. അതുപോലെ തന്നെ കാർ പോസ്റ്റിൻ്റെ ഷീറ്റിൻ്റെ ചൂട് അതിലേക്ക് അടിക്കും. നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വേറെ തണലൊന്നും ഇല്ലാത്ത ജാതി മരങ്ങളുടെ തെക്ക് വശത്ത് കമ്പുകൾ മുഴുവൻ ഇങ്ങനെ ഉണങ്ങി നിൽക്കും. അത് സൂര്യപ്രകാശം ഡയറക്റ്റ് ജാതി താങ്ങില്ല. നമ്മൾ ആദ്യകാലത്ത് മുഴുവൻ തെങ്ങിൻ്റെ ചുവട്ടിലായിരുന്നു ജാതി കൃഷി ചെയ്തത്. തെങ്ങ് മുഴുവൻ പോയതോടുകൂടി പിന്നെ പ്രശ്നമായി. പിന്നെ ബാക്കി നമ്മളുടെ കുറച്ച് മരങ്ങൾ, മഹാവണി അങ്ങനത്തെ മരങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോല കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചില്ല. 9 മീറ്റർ അകലുണ്ടെങ്കിൽ പിന്നെ അതില്ല കൊമ്പ് പോകാനാണ്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊടുക്കും. തെങ്ങിൽ മണ്ടയിൽ നമുക്കിപ്പോൾ വലിയൊരു പ്രശ്നമല്ല. നമ്മൾ 2 രീതിയിലുള്ള ലക്ഷണങ്ങൾ തെങ്ങിൽ ഇപ്പോൾ കാണാം. അതിൽ ഒരു ലക്ഷണത്തെ നമ്മളിപ്പോൾ പലപ്പോഴും മണ്ടലിയായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. പഴയ കാലത്ത്, അതായത് 2000-ന്റെ അവസാന ആദ്യഘട്ടത്തിൽ, 90-കളുടെ അവസാന ഘട്ടത്തിലൊക്കെ മണ്ടലി ഉണ്ടായിരുന്നത് പോലെ മണ്ടലി ഭാഗത്ത് നമുക്കില്ല. അതെന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് ഒരു ത്രികോണ ആകൃതിയിൽ വരുന്നു. ഇപ്പൊ നമ്മൾ അതുപോലെ ചകിരി ചുറ്റിച്ചൊളിഞ്ഞിരിക്കുന്നതൊക്കെ കാണുന്നുണ്ടോ? പക്ഷേ ഈ ചുറ്റിച്ചൊളിഞ്ഞിരിക്കുന്ന കാണുന്നതിൻ്റെ ഒപ്പം ചെറുതായിട്ട് പശയൊക്കെ, കാക്കപ്പന്ന് പോലെ പശയൊക്കെ നമ്മൾ അതിലേക്ക് കാണുന്നു. അത് പൂങ്കുളച്ചാഴി എന്ന് പറയുന്ന ഒരു ചാഴിയുടെ ആക്രമണമാണ്. അപ്പോൾ ഈ പൂങ്കുളച്ചാഴി ഒരു ഇച്ചിരി പ്രയാസക്കാരനാണ് നിയന്ത്രിക്കാൻ. ഒന്ന് മോളിൽ കയറി സ്പ്രേ ചെയ്യണം. അത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ചാഴി നമ്മുടെ ഇവിടെ ആ സമയത്തേക്ക് കൊണ്ട് കയറി ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കൊലകൾ പണ്ട് തങ്ങി നിന്നിരുന്നത് മടലിന്റെ മുകളിലായിരുന്നു. ഇപ്പൊ അത് അതിൽ നിന്ന് തെന്നി വീണ് കൊല പൊഴിയുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് ഈ മടലിനത് താങ്ങി നിങ്ങൾ തന്നെ ഈ തെങ്ങിന്റെ മടല് കത്തിച്ച ചാരം പൊട്ടാസ്യത്തിന്റെ അംശം വളരെ കൂടുതലാണെന്ന് പലപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നത്. കാരണം അതിൻ്റെ പൊട്ടാഷ് ഭയങ്കരമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മണ്ണിലേക്ക് പൊട്ടാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കണ്ണിന് പൊട്ടാഷിന്റെ അംശം വളരെ കുറവായിരിക്കും, അതിന് ബലം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ മണ്ഡലങ്ങൾ മാറിക്കൊടുക്കുന്നത്. ചാരം അത്രയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. എത്ര കണ്ട് കൊടുത്താലും മതിയാവില്ല. പിന്നെ നമുക്ക് ഒത്തിരി പണ്ടത്തെ പോലെ 100-150 തെങ്ങൊന്നും നമുക്കില്ല. 5-10 തെങ്ങുകളേ ഉള്ളൂ.
ഒരു കാര്യം നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ഇതൊന്നാലോചിച്ച തെങ്ങിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞപ്പോൾ 120 തെങ്ങ് വെച്ച് 35 തെങ്ങായി എന്ന് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ നമ്മളവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ 90കളിൽ നമുക്ക് കാറ്റുവീഴ്ച ഭയങ്കരമായിട്ട് വന്നതോടുകൂടി നമ്മളുടെ തെങ്ങുകൾക്ക് ഭയങ്കരമായിട്ട് ഉൽപാദനക്ഷമത പോയി 100% തെങ്ങ് തോട്ടങ്ങളിലെല്ലാം നമ്മൾ ജാതി വയ്ക്കുകയും ചെയ്തു. അത് നമ്മളുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഈ തെങ്ങുകൾക്ക് പകരം നമ്മൾ പലപ്പോഴും ആ തെങ്ങുകൾ കാറ്റുവീഴ്ച തെങ്ങ് മുഴുവൻ പോയില്ല. അത് 2000 കാലഘട്ടത്തോടു കൂടിയാണ് മുഴുവനായിട്ട് അങ്ങ് പോയത്. 2000 അതിനുശേഷം നമ്മളിപ്പോൾ തെങ്ങ് വെക്കാൻ നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജാതിയെല്ലാം പൊങ്ങും. അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമ്മളൊരു തെങ്ങ് തൈ വെച്ചാൽ അത് പൊങ്ങില്ല. നല്ല വെയിലുള്ള സ്ഥലമാണ്. രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ചില കീടങ്ങൾ, കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി പോലെയുള്ള കീടങ്ങൾ നമ്മളുടെ തെങ്ങിനെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ടുണ്ടായിരുന്നില്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് പണ്ടത്തെ നിന്ന് ഇപ്പോഴത്തേക്ക് വ്യത്യാസം വന്നു എന്നൊന്നുകൂടി നമ്മൾ അറിയുന്നില്ല. ഒന്ന്, 2 രീതിയിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ തന്നെ ഇപ്പോൾ തൈത്തെങ്ങ് വെച്ചു, ഈ കൊല്ലം നിങ്ങൾ തെങ്ങിൻ്റെ വെച്ചു. ഈ തെങ്ങിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കാണാം കൂമ്പൊന്ന് വാടി നിൽക്കും. ഈ വാടി നിൽക്കുന്ന കൂമ്പ് നിങ്ങൾ പറിച്ച് നോക്കിയാൽ കയ്യിൽ പോയി. പണ്ട് നമ്മൾ കൂമ്പിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിരുന്ന കൂമ്പിൻ്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചീഞ്ഞ സ്മെല്ലൊക്കെ. ഇപ്പം അതൊന്നും കാണില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്ന എന്താ, പുതിയ കൂമ്പ് വരും. അത് മണ്ണിനോട് ചേർന്ന് സൈഡിൽ കൂടെ കുറച്ച് വരും. എത്ര പേര് കണ്ടിട്ടില്ല അങ്ങനെ പുതിയ കൂമ്പ് മുകളിലേക്ക് വരാതെ ആനക്കൊമ്പ് ഉണങ്ങുന്ന പോലെ വരുന്നു സൈഡിൽ കൂടെ? ഇത് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമാണ്. പണ്ടൊന്നും തൈകളെ കൊമ്പൻ ചെല്ലി അങ്ങനെ ആക്രമിക്കാറില്ല. ഇപ്പൊ കൊമ്പൻ ചെല്ലി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിന് തൊട്ട് മുകളിൽ തൈയുടെ കടഭാഗത്തന്ന് തുളച്ച് കയറും. തുളച്ച് കയറി കഴിഞ്ഞാൽ കൂമ്പ് തിന്നു കഴിയുമ്പോഴാണ് ഈ കൂമ്പ് വാടി നമ്മുടെ കയ്യിൽ പോയിരുന്നത്. പുതിയ കൂമ്പ് മുളയ്ക്കും. ഭാഗ്യമുണ്ടെങ്കിൽ അവൻ നേരെ തന്നെ പോരും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് വരുന്ന അറിയാം, ഈ സൈഡിലെ തുള കാണുമ്പോൾ സൈഡിൽ കൂടെ കയറി. അതാണ് ഇതിന്റെ പരിഹാരം. ഞാൻ രണ്ടാമത് പറയാം. ഇത് കഴിഞ്ഞ് ആദ്യത്തെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ചെമ്പൻചെല്ലിയുടെ പ്രശ്നം. അത് ഒരു 10 തൊട്ട് 12, 15 വർഷം വരെ ചെമ്പൻചെല്ലി പ്രശ്നമുള്ളൂ. പലപ്പോഴും തെങ്ങ് അതേപടി മണ്ട മറിഞ്ഞ് വീഴുന്നത് നമുക്ക് കാണുമ്പോഴേ അറിയുള്ളൂ. കുഴിക്കാട് മദ്ദാച്ചേട്ടൻ്റെ തോട്ടത്തിലെ ഭൂരിഭാഗം തെങ്ങും അങ്ങനെയാണ് പോയത്. അപ്പോൾ ഏതാ നടക്കാൻ പറ്റും നമുക്ക്. പിന്നെ നിങ്ങളുടെ മീനിൻ്റെ പഴയ വലകൾ മതി. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഉണക്കാനിടുന്ന കിളി ഉണ്ടാകാതിരിക്കാൻ ഇടുന്ന വലകളുടെ കഷ്ണങ്ങൾ തന്നെ മതി. അത് ഇതിൻ്റെ കവളുകൾ ഉടക്കി ഇടും. ഇതിൻ്റെ ഉടക്കി ഇടുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം ഈ കൊമ്പൻ ചെല്ലിയുടെ കാലുകൾ അതിൽ കുടുങ്ങി കിടക്കും. പുതിയ കൂമ്പ് വരുമ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ വലകളെടുത്ത് മുകളിലേക്ക് വയ്ക്കുക. ഒരു 3 കൊല്ലം 4 കൊല്ലം വരെ നമുക്ക് കൈ എത്തുന്ന പരുവം വരെ അങ്ങനെ സംരക്ഷിക്കാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെയും നമുക്കൊരു വെല്ലുവിളി വരുന്നത്. പിന്നെ വരുന്നതിന് നമ്മൾ യുവജനോട് ഇരിപ്പുണ്ട്. കുറേ കാലം ഇത് ചെയ്ത് പലപ്പോഴും എന്നെ കാണുമ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമുക്കിതിൽ ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, തരിയായിട്ട് 2-3 രീതി ചെയ്യും. പക്ഷെ ഇത് ഏത് രീതി ചെയ്താലും തെങ്ങിന് നമുക്ക് കിട്ടുന്ന പ്രയോജനം 2 തൊട്ട് 2.5 മാസം വരെയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് 2 തൊട്ട് 2.5 മാസം വരെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പ്രയോജനം നമുക്ക് ഈ എന്ത് രാസവസ്തു ഉപയോഗിച്ചാലും ജൈവവസ്തു ഉപയോഗിച്ചാലും കിട്ടാൻ പ്രയാസമാണ്. കാരണം നന്നായിട്ട് വളരുന്ന തെങ്ങാണെങ്കിൽ ഓരോ മാസം പുതിയ കൂമ്പ് വരും. ആ കൂമ്പിലേക്ക് ഒരു സംരക്ഷണവും കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പണ്ടെങ്ങനെയായിരുന്നു ഗവൺമെൻറ് ശസ്ത്രങ്ങളൊക്കെ നമ്മളുടെ ഇവിടെ തെങ്ങ് കയറുന്ന കാലത്ത് നമ്മുടെ തെങ്ങ് കയറുമ്പോൾ തൈത്തെങ്ങ്
അപ്പോൾ ഈ തെങ്ങിൽ നിന്ന് നമ്മൾ ഓരോ തവണ കയറുമ്പോഴും മറ്റ് തൈത്തെങ്ങുകളിലും കയറി അതിന്റെ ചെല്ലി കുത്തുന്ന എല്ലാ വീട്ടിലും ചെല്ലിക്കോലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എല്ലാ 2.5 മാസം അല്ലെങ്കിൽ 3 മാസം കൂടും അല്ലെങ്കിൽ രാസകീടനാശിനിയായിട്ട് തരിയായിട്ട് ഉള്ള കീടനാശിനികൾ കിട്ടും. ഈ തരിയായിട്ടുള്ള അതില് അൾട്ടിമേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരികൾ കിട്ടും. 20 ഗ്രാം വീതം ഒരു 2.5-3 മാസം എത്തുന്ന കവിളില് ഇട്ടുകൊടുക്കുക. ഇച്ചിരി മണലിന്റെ ഈ 3 മാസം എത്തുമ്പോൾ ആവർത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് വിട്ടുപോയി വീണ്ടും വീണ്ടും പ്രശ്നമായിട്ട് വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 99% ഞായറാഴ്ചകളിൽ ഞാനിവിടെ ഉണ്ടാവും. 99% ഞായറാഴ്ചകളിൽ ഞാനിവിടെ ഉണ്ടാവും. കാലത്ത് മിക്കവാറും എന്തെങ്കിലും ഞാൻ വൈകുന്നേരങ്ങളിലും ഒക്കെ വീട്ടിൽ കാണാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരി കാണുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്പർ ഇവിടുന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. വിളിച്ചാൽ മതി. വിളിക്കുന്നത് വൈകുന്നേരങ്ങളിൽ വിളിക്കാം. ഓഫീസ് ടൈമിൽ വിളിച്ചാൽ എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.